ഇന്ന് രാവിലെയാണ് കടുവയെ ഈ നാട്ടിലെത്തിയതായ ആളുകൾ കാണുന്നത്. അതായത് റോഡ് മുറിച്ച് കിടക്കുന്ന CCTV ദൃശ്യം. ആ റോഡിലാണ് നമ്മളിവിടെ ഉള്ളത്. അപ്പോൾ ഈ വശത്തു നിന്നാണ് കടുവ കയറി വന്നത്. അതിപ്പോൾ അതിനപ്പുറത്തേക്ക് ഫോറസ്റ്റാണ്, വനമേഖല അതിനപ്പുറത്തുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായും ജനവാസ മേഖലയാണ്. ആ ജനവാസ മേഖലയിൽ കഴിഞ്ഞ ദിവസം മോഴയാന അജീഷ് എന്നയാളെ വീട്ടിൻ്റെ മുറ്റത്തിട്ട് ചവിട്ടിക്കൊന്ന സ്ഥലത്തു നിന്നും ഏതാണ്ട് 1 കിലോമീറ്ററിനുള്ളിലാണ് ഈ പള്ളിക്ക് തൊട്ട് മുൻപിലായി കടുവയെ കണ്ടത്. കടുവ റോഡ് മുറിച്ച് കടന്ന് ഇതുവഴി മുകളിലോട്ട് പോയി. ഞാൻ റോട്ടിലോട്ട് എൻ്റെ റോട്ടിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ തന്നെ പറമ്പിൽ നിന്ന് ഒരു ഇരച്ചു വരുന്നവരത്തെ ഒരു കരച്ചിൽ ആദ്യമേ കേട്ടത്. അപ്പോൾ കരച്ചിൽ കേട്ടപ്പോൾ ഈ ആന ഇറങ്ങിയ വയോളം ഞാൻ ശ്രദ്ധിച്ചു ശരിക്കും. അപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് ഒന്നെങ്കിൽ മാറി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കരച്ചിലോടെ കേട്ട് എന്തോ എന്തോ പ്രദേശം മുഴുവൻ ഇളകി വരുന്ന പോലത്തെ ഒരു സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ടവിടെ ഞാൻ മേലെ വേഗം അടുത്ത വീട്ടിലെ ചേട്ടനെ ആന വരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചങ്ങ് കയറുമല്ല, ഇതെൻ്റെ പുറകെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നേരെ പോയി എനിക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സൈഡിലെ പറമ്പിലോട്ട് മാറിയപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ അങ്ങ് ഇങ്ങോട്ട് മാറും, ഇതിങ്ങനെ ഒരൊറ്റ പോക്കും. പേടിച്ചു. അയ്യോ, അവിടെ ചെന്നപ്പോഴത്തേക്കും വീണു കഴിഞ്ഞപ്പോൾ അടുത്ത വീട്ടിലെ ചേട്ടനെ വിളിച്ചു, ചേട്ടാ ആന വന്ന് എന്നെ ഒന്ന് പിടിക്കുമെന്ന് ചോദിച്ചു. ഞാൻ അവിടെ വീണു പോയി ഇപ്പറേ. എന്നിട്ട് അവരെന്നെ പിടിച്ച് കയറ്റിയത്. ഇവരുടെ തൊട്ട് പുറകിലുണ്ടായിരുന്നു ഈ സാധനം. എനിക്ക് എന്നാന്നൊരു രാവിലെയല്ലേ ഒരു കറുത്ത സാധനം കയറി പോകുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ആനയെ പേടിച്ചിട്ട് 4 കാലയിൽ ആള് വന്നതാണോ എന്നതാന്ന്. ഇതിനെയും കയറ്റിക്കൊണ്ട് ഞാനങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനൊന്നും കണ്ടില്ല. ആന അജീഷിനെ കൊന്നതോടുകൂടി ഭയങ്കര ഭീതിതമായ ഒരു അവസ്ഥയാണ് ഞങ്ങളുടെ. ഒരു വിറക് പറക്കാൻ പോലും പോകാൻ പറ്റിയല്ല. സാർ വന്ന് നോക്കിക്കേ, ഇത്രയുള്ള ചുള്ളി വെച്ചിട്ടാണ് ഞാൻ അടുപ്പിൽ തീ കത്തിക്കുന്നത്, പറമ്പിലേക്ക് കയറി പോകാൻ പേടിച്ചിട്ട്. ഈ വഴിയാണ് കടുവ പോയത്. കടുവയുടെ കാൽപ്പാടുകളൊക്കെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. രാത്രി പന്തം കൊളുത്തി പ്രതിഷേധത്തിലേക്ക് അടക്കം നീങ്ങാനാണ് ഇപ്പോൾ നാട്ടുകാരുടെ തീരുമാനം. എത്രയും വേഗം ഇതിനൊരു പരിഹാരമുണ്ടാകണം എന്ന ആവശ്യവുമായി അവർ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു. ഏതായാലും വനംവകുപ്പ് കടുവ പോയ സ്ഥലത്ത് പരിശോധനയും ശക്തമായ നിരീക്ഷണവും നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്.